ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഫോം ഫ്ലവർ വെച്ചുള്ളൊരു ഹെയർ ബോ ആണ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഫോം ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്. വൈറ്റ് കളറ്, റോസ് കളറ്, രണ്ട് കളറിലുള്ള ഫോം ഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പോളൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒട്ടിക്കുന്ന പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ B7000 ഗ്ലൂ എടുത്തിട്ടുണ്ട്. അത്ര സംഭവങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാൻ ഇതുപോലത്തെ പേപ്പർ ചുമ്മാ ഒന്ന് കയറ്റി വെച്ച് നോക്കിയതാണ്. അതിൽ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഫോം ഫ്ലവർ തന്നെയായിട്ട് വേണമെങ്കിലും റായയിൽ ഒട്ടിക്കുക. സ്റ്റീലിൻ്റെ റായാണ്. അപ്പോൾ അതേ നമുക്ക് പേപ്പർ ഇല്ലെങ്കിൽ തന്നെയും ഫോം ഫ്ലവർ നമുക്ക് ഒട്ടിക്കാവുന്നതാണ്. അപ്പം ഞാൻ അതിൽ പശ തേക്കുന്നുണ്ട്. പശ തേച്ചിട്ട് ആദ്യം ഒരു ഫോം ഫ്ലവർ ഒട്ടിക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കി എല്ലാ ഫ്ലവറും നമ്മൾ ഒട്ടിക്കുക. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പോളൻസ് വെച്ച് ഒട്ടിക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു ഫോം ഫ്ലവർ ഒട്ടിച്ചു. പിന്നെ അടുത്തതായിട്ട് നമുക്കൊരു പോളൻസ് ഒട്ടിക്കാം. നമ്മൾ നന്നായിട്ട് ഒന്ന് അമക്കി വെച്ചാൽ മതി, ഒട്ടിക്കോളും. അടുത്തതായിട്ട് അത് ഒട്ടിച്ചു. അടുത്തതായിട്ട് ഒരു പോളൻസ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ അറ്റത്ത് ഒരു കമ്പിയുണ്ട്. ആ കമ്പി കൊണ്ട് ഞാനിങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. കമ്പി കൊണ്ടൊന്ന് വളച്ച് വെച്ചാൽ മതി, എളുപ്പത്തിൽ വെക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾക്ക് ഈ കമ്പി ഒരു കത്രിക കൊണ്ട് മുറിച്ചിട്ട് നമുക്ക് അത് ഒട്ടിച്ച് വെച്ചാലും മതി. ഗ്ലൂ തേച്ചിട്ട് അതിൽ ഒട്ടിച്ച് വെക്കുകയും ചെയ്യാം. ഇങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ അടുത്തത് ഒരു ഫ്ലവർ, അതിൻ്റെ അപ്പുറം ഇപ്പുറം ഓരോ പോളൻസ്, പിന്നെ അതിൻ്റെ ഇപ്പുറത്തൊരു ഫോം ഫ്ലവർ, അങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് നമുക്ക് എടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇതും ഞാൻ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡുകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തത് ഞാൻ ചുമ്മാ ഒന്ന് രണ്ട് പേപ്പർ നടുക്ക് ഒന്ന് വെച്ചെന്നേ ഉള്ളൂ. പേപ്പർ ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഫോം ഫ്ലവർ തന്നെയാണെങ്കിലും നമ്മൾ ഒട്ടിച്ചാൽ ഇരുന്നോളും. B7000 ഗ്ലൂ ആണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ അടുത്തത് അതിൻ്റെ മുകളിൽ പശ തേക്കുക, വീണ്ടും അത് ഒട്ടിക്കുക, വീണ്ടും അടുത്ത ഫോം ഫ്ലവർ എടുത്ത് ഒട്ടിക്കുക. ഇതൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാനൊക്കെ കിട്ടും. ഓൺലൈൻ വഴിയും അല്ലാതെ കടയിൽ നിന്നും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് കിട്ടും. അടുത്തൊരു റോസ് ഫോം ഫ്ലവർ ഒട്ടിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അമക്കി കൊടുത്താൽ മതി, അത് നന്നായിട്ട് ഒട്ടിയിരുന്നോളും. അടുത്തതൊരു പോളൻസ് നമുക്ക് വെക്കാം. അടുത്തത് ഞാൻ എടുത്തിരിക്കുന്നത് റെഡ് കളറിലെയും ഒരു ഗോൾഡൻ കളറിലെയും രണ്ട് കളറിലുള്ള പോളൻസാണ്. രണ്ടല്ല 3 കളറിലെ പോളൻസ് ഉണ്ട്. റോസ് കളർ ഉണ്ടായിരുന്നത്, റോസ് ഞാൻ ചേർത്തില്ലെന്ന് വിചാരിച്ചത് മാറ്റി. പിന്നെ റെഡും പിന്നെ ഒരു ഗോൾഡ് കളറിലെ പോളൻസാണ്. അത് മാറ്റി നമുക്ക് വെക്കാം. ഇനി നമുക്ക് വീഡിയോ കുറച്ച് സ്പീഡിലാക്കി കാണാം. ഇപ്പോൾ വീണ്ടും അടുത്ത പേപ്പർ വെച്ച് ഒട്ടിച്ച്, എന്നിട്ട് പേപ്പർ വെച്ച്, എന്നിട്ട് ഗ്ലൂ തേച്ച്, എന്നിട്ട് അടുത്ത ഫോം ഫ്ലവർ വെക്കുന്നു, പിന്നെ പോളൻസ് വെക്കുന്നു. അങ്ങനെ അടുത്ത ഫോം ഫ്ലവർ വെച്ച്, പിന്നെ പോളൻസ് വെച്ച്. എനിക്ക് തോന്നുന്നു ഈ താഴെ ആ പേപ്പർ വെക്കുന്നതിനേക്കാളും ഒരു വൃത്തി എന്ന് പറയുന്നത് നമുക്ക് അത് ചുമ്മാ അത് റായെ തന്നെ നമ്മൾ ഫോം ഫ്ലവർ ഒട്ടിക്കുന്നതാണ് കുറച്ചുകൂടി വൃത്തിയെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അങ്ങനെ ഓരോരോ ഫോം ഫ്ലവർ ഒട്ടിച്ച് ഒരു പോളൻസ് വെച്ച്, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടും. ഇതുപോലെ നമ്മൾ താഴോട്ട് നീണ്ടു നിൽക്കുന്ന ആ കമ്പി കുറച്ചൊന്ന് മുറിച്ച് കൊടുക്കണം. മുറിച്ച് കൊടുത്തിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് വെക്കുന്നതായിരിക്കും എളുപ്പം. അല്ലെങ്കിൽ ഒത്തിരി കമ്പി ഇങ്ങനെ നീണ്ടു നിൽക്കും. അപ്പോൾ കുറച്ചൊന്ന് മുറിച്ചിട്ട് അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിലും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. കമ്പി എല്ലാം കുറച്ചുകൂടി കയറ്റി മുറിച്ചിട്ട് നമ്മൾ ഒരു ഗ്ലൂ വെച്ച് മുകളിൽ ഒട്ടിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. അതായത് ഫോം ഫ്ലവർ വെച്ച് കഴിയുമ്പോൾ സൈഡിൽ ഒട്ടിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്തെടുക്കുന്ന ഹെയർ ബോ നമുക്ക് ഒരു 50 രൂപയ്ക്കൊക്കെ കൊടുക്കാവുന്നതാണ്.
അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ബോയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഡിയേഴ്സ്.